നമസ്കാരം. പതിരും കതിരും. ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പാ ദശകം അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്തിയവരാണ് CPMൻ്റെ നേതാക്കന്മാർ. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും കൊണ്ടാണ് അവർ ജീവിക്കുന്നതെല്ലാം. പാദസ്പർശം ക്ഷമസ്യയെ എന്ന് പറഞ്ഞുകൊണ്ടേ അവർ ഭൂമിയെ സ്പർശിക്കുകയുള്ളൂ. ലോലഹൃദയന്മാരാണ് ഏറെയും. ഇത്തരത്തിലൊരു ലോലഹൃദയൻ്റെ അവദാനങ്ങൾ EP ജയരാജൻ പാടുന്നത് കേൾക്കുമ്പോൾ നമുക്കും വല്ലാത്ത സങ്കടം വരും. TP കേസിലെ പ്രതിയായി ജയിലിൽ കിടക്കുമ്പോൾ മരിച്ച PK കുഞ്ഞനന്തനാണ് ആ ലോലഹൃദയൻ. ഉറുമ്പിനെ പോലും നോവിക്കാൻ ശ്രമിക്കാത്ത ആ പാവം സഖാവിനെയാണ് ജയിലിൽ പിടിച്ചിട്ട് ദ്രോഹിച്ചതെന്നോർക്കണം. ജയരാജൻ പറഞ്ഞത് വളരെ ശരിയാണ്. കുഞ്ഞനന്തൻ ഉറുമ്പുകളെ ദ്രോഹിക്കാറില്ല. കാരണം ഉറുമ്പുകൾ പാർട്ടിയിൽ നിന്നും പുറത്തുപോയി RMP ഉണ്ടാക്കുകയോ പാർട്ടിയെ വെല്ലുവിളിക്കുകയോ ഇന്നുവരെ ചെയ്തിട്ടില്ല. ഈ പാവം കുഞ്ഞനന്തനാണ് കൊലപാതകത്തിൻ്റെ സൂത്രധാരൻ എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. TPയെ ക്രൂരമായി വധിക്കും മുമ്പ് 32 തവണയാണ് കുഞ്ഞനന്തൻ കൊടി കിർമാണി ട്രൗസറുകളെ ഫോണിൽ വിളിച്ചത്. കരിമുണ്ട ഇനത്തിൽപ്പെട്ട നല്ല ഇനം കുരുമുളക് വള്ളി വന്നിട്ടുണ്ടെന്ന് പറയാനായിരുന്നോ ജയരാജ കുഞ്ഞനന്തൻ ഈ ക്രിമിനലുകളെ പതിവായി വിളിച്ചത്? മനുഷ്യനെ ഇങ്ങനെ കൊന്നും കൊലവിളിച്ചും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ക്രിമിനലുകളെയാണ് EP ജയരാജൻ ലോലഹൃദയന്മാർ ആക്കുന്നത്. എന്തു വെളിവുകേടും വിവരദോഷവും അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് ശീലിച്ച ഒരു തലയാണ് ഈ ചിറ്റപ്പൻ്റെ തല. പിണറായി വിജയനും കുടുംബവും ഈ നാടിൻ്റെ ഐശ്വര്യമാണെന്ന് പറഞ്ഞ EPയിൽ നിന്നും ഇതിനപ്പുറം വല്ലതും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഒരു മാസപ്പടിക്കാരിയെ പാവം പെൺകുട്ടിയാക്കിയ മറ്റൊരു ലോലഹൃദയനാണ് EP ചിറ്റപ്പൻ. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് TP കേസിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്നാണ്. കേസിൽ പ്രതികളായി അകത്തു പോയവരെയും പുറത്തു വന്നവരെയും ഒക്കെ ഹാരാർപ്പണം നടത്തിയും അവർക്ക് ജയിലിൽ സുഖവാസം ഉറപ്പിക്കാനും പരോൾ നൽകാനും ആവും വിധം കളിക്കുകയും ചെയ്ത പാർട്ടിയാണിത്. പാർട്ടി ജില്ലാ സെക്രട്ടറിയായ മോഹനനെ വെറുതെ വിട്ടത് മാത്രമാണ് ഈ കേസിൽ CPMന് കിട്ടിയ ആശ്വാസം. ഏറ്റവും വലിയ മഹാൻ MV ഗോവിന്ദനാണ്. അദ്ദേഹം വിധിയെ സ്വാഗതം ചെയ്തു. അല്ലെങ്കിൽ ഹൈക്കോടതി ഭയങ്കരമായി വിഷമിച്ചു പോയേനെ. അതിന് കാരണം P മോഹനനെ വെറുതെ വിട്ടതാണ്. പക്ഷേ 2 CPM നേതാക്കളെ വിട്ടയച്ച നടപടി റദ്ദാക്കിയതിനെപ്പറ്റി ഗോവിന്ദൻ ഒന്നും പറയുന്നതുമില്ല. ഈ പാർട്ടിയിൽ ഇപ്പോൾ 2-3 തരത്തിലുള്ള നേതാക്കന്മാരാണുള്ളത്. അശ്വത്ഥാമാവിനെ പോലെ പകയും പ്രതികാരവും കൊണ്ടു നടക്കുന്നവരാണ് ഒരു വിഭാഗം. വാത്സ്യായനൻ്റെയും കോക്കോകൻ്റെയും ശിഷ്യത്വം സ്വീകരിച്ച് തലച്ചോറിലാകെ രോമാഞ്ചം കൊണ്ട് നടക്കുന്നവരാണ് മറ്റൊരു കൂട്ടർ. കിട്ടുന്ന സമയം കൊണ്ട് 4 കാശ് സമ്പാദിച്ച് ജീവിതം സുഭിക്ഷമാക്കുന്നവരാണ് മറ്റൊരു കൂട്ടർ. ഇതിനിടയിൽ എവിടെയോ കമ്മ്യൂണിസത്തിൻ്റെ ഒരു ശകലം വേസ്റ്റ് കിടപ്പുണ്ട്. ഒരുത്തനെ അരിങ്കൊല ചെയ്തിട്ടും അയാളുടെ മണ്ണിൽ ചെന്ന് നിന്ന് കുലംകുത്തി എന്നും കുലംകുത്തിയാണെന്ന് പറഞ്ഞ മുഴുത്ത നേതാവിനെ തൊടാനുള്ള തെളിവുകൾ മാത്രം ആവിയായിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പോഴും TPയുടെ ഭാര്യ KK രമ പറയുന്നത് മാസ്റ്റർ ബ്രെയിൻ പുറത്താണെന്ന്. മനുഷ്യത്വം എന്ന ഗുണം ഇനിയും പഠിച്ചിട്ടില്ലാത്ത ആ ബ്രെയിൻ എല്ലാ കാലത്തും സുരക്ഷിതമായിരിക്കും. എതിരാളികളെ ഇല്ലായ്മ ചെയ്യാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സംഘത്തെ ഒപ്പം കൊണ്ടു നടന്നിട്ടാണ് ഇവർ മറ്റുള്ളവരെ പാടിക്കേൾപ്പിക്കുന്നത്. മനുഷ്യനാകണം എന്നിട്ടൊരു 100 പൂക്കളും അങ്ങ് വിരിയിക്കും. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരായിരിക്കും അതിന് പിന്നിലെന്ന് TP മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതിലൊരാളായിരുന്നു EP ലോലഹൃദയനാക്കിയ കുഞ്ഞനന്തൻ. ഇത്രയും ഹീനമായ ഒരു അരുങ്കൊല കേരളത്തിൽ CPMൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്നിട്ടും അതിനെ ന്യായീകരിച്ച മനസ്സുകളുടെ മൃഗയാ വിനോദങ്ങൾ ഇപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ പാർട്ടി സെക്രട്ടറിമാരും മുഖ്യമന്ത്രിമാരും CPMനുണ്ടായിട്ടുണ്ട്. പക അത് വീട്ടാനുള്ളതാണ് എന്ന ആപ്തവാക്യം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയ പാർട്ടി സെക്രട്ടറി ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ശവത്തിൽ കുത്തും പോലെ കുലംകുത്തി എന്ന പ്രയോഗം കൊണ്ട് പിണറായി പിന്നെയും കുത്തി TP ചന്ദ്രശേഖരനെ. അത് വീണ്ടും ഏറ്റുപാടി രോമാഞ്ചം കൊണ്ടു അണികൾ. സ്വർണവും തുരുമ്പെടുക്കുന്ന കാലം വരുമെന്ന് ഒരു ചിന്തകൻ പറഞ്ഞിട്ടുള്ളതുപോലെ കാലമൊന്നിനും കണക്ക് തീർക്കാതിരിക്കില്ല. എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തുവാകും. എല്ലാ വിശുദ്ധന്മാരും വെളിച്ചം കടക്കാത്ത ഗുഹയിലൂടെ ഒളിച്ചോടും. ഏതു മാസ്റ്റർ ബ്രെയിനിൻ്റെയും അവസ്ഥ ഇതുതന്നെയാകും. നന്ദി.